My precious brothers and sisters, എന്റെ വിലയേറിയ സഹോദരി സഹോദരന്മാരെ, today I am so happy to see you all through this program. ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളെ ഏവരെയും കാണുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. You may be wondering, how can I see sister? എനിക്ക് എങ്ങനെയാണ് സഹോദരിയെ കാണുവാൻ സാധിക്കുക എന്നോർത്ത് ഒരുപക്ഷെ നിങ്ങൾ How അത്ഭുതപ്പെടുകയാവാം. can I see dear mother? എങ്ങനെയാണ് പ്രിയപ്പെട്ട അമ്മയെ എനിക്ക് കാണാനാവുക? Yes, through the word of God we are united with each other. അതെ, വചനം മുഖാന്തരമാണ് നാം പരസ്പരം ഒന്നായി തീർന്നിരിക്കുന്നത്. And the Lord is here in our midst. മാത്രമല്ല ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. Through him also we are united with each other. ദൈവത്തിലൂടെയും നാം പരസ്പരം ഒന്നായി What തീർന്നിരിക്കുന്നു. a great blessing it is. ഇതെത്ര മഹനീയമായ അനുഗ്രഹമാകുന്നു. Today we are going to see how we can be blessed throughout this whole month. ഈ മാസം മുഴുവൻ നമുക്ക് എങ്ങനെ അനുഗ്രഹീതരായി തീരുവാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് നാം ധ്യാനിക്കുവാൻ പോകുന്നു. There are so many things which can bring blessings in our lives. നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. Especially we are going to meditate today about Bible reading. പ്രത്യേകിച്ച് വേദപുസ്തക പാരായണത്തെക്കുറിച്ച് നാം വിശദമായി ഇന്ന് ധ്യാനിക്കുവാൻ പോകുകയാണ്. All of you take your Bibles and sit before the TV. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകങ്ങൾ കയ്യിലെടുത്ത് ഈ ടെലിവിഷന് മുൻപിൽ ഇരിക്കുവിൻ. Shall we read this verse together? നമുക്ക് ഒത്തൊരുമിച്ച് ഈ വചനം വായിക്കാം. Psalm 1 verses 2 and 3. സങ്കീർത്തനങ്ങൾ 1:2-3 എന്നീ വാക്യങ്ങൾ. Blessed is the man whose delight is in the law of the Lord, and in his law he meditates day and night. He shall be like a tree planted by the rivers of water, that brings forth its fruit in its season, whose leaf also shall not wither, and whatsoever he does shall prosper. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. My precious brothers and sisters, we can see many blessings in those two verses. എന്റെ വിലയേറിയ സഹോദരങ്ങളെ, ആ രണ്ട് വാക്യങ്ങളിൽ നിരവധി അനുഗ്രഹങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. Let me read one more verse from the Bible. എന്റെ വിലയേറിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വചനം കൂടി ഞാൻ വായിക്കട്ടെ. If you read Jeremiah chapter 15 verse 16, നിങ്ങൾ ഇരെമ്യാവിന്റെ പുസ്തകം 15:16 വാക്യം വായിക്കുകയാണെങ്കിൽ Jeremiah writes over there like this. അവിടെ ഇരെമ്യാവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കാണാം. Your words, that is the word of God, your words were found and I ate them, and your words was to me the joy and rejoicing in my heart. ഞാൻ നിന്റെ വചനങ്ങളെ, അതായത് ദൈവത്തിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. The word of God brings so many blessings in every one of your life. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ വചനങ്ങൾ നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. But what a sad thing it is, nobody reads the word of God as they ought to read every day. എന്നാൽ അനുദിനവും വായിക്കേണ്ട വിധത്തിൽ ആരും ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുന്നില്ല എന്നത് എത്ര ദുഃഖകരമായ കാര്യമാണ്. See what we read in the Bible regarding the word of God. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ എന്താണ് വായിക്കുന്നതെന്ന് നോക്കുവിൻ. Read Deuteronomy chapter 8 verse 3 and Matthew chapter 4 and verse 4. ആവർത്തന പുസ്തകം 8:3 അതുപോലെ തന്നെ മത്തായി 4:4 കാണുന്ന വചനങ്ങൾ വായിച്ചു നോക്കുവിൻ. Those verses explain that man lives by every word that proceeds from the mouth of the Lord. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് ആ രണ്ട് വാക്യങ്ങളിലും വ്യക്തമായി പറയുന്നുണ്ട്. That's what Jeremiah also said. അതാണ് ഇരെമ്യാവും പറയുന്നത്. We have to eat the word of God. നാം ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. As much as you can read it every day. നിങ്ങൾക്ക് ദിനംപ്രതി എത്രമാത്രം വായിക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം വചനം വായിക്കുവിൻ. What will you get through that? അതിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? If you read John chapter 6 verse 63 നിങ്ങൾ യോഹന്നാൻ 6:63 വായിക്കുകയാണെങ്കിൽ and Hebrews 4:12, കൂടാതെ എബ്രായർ 4:12 the words will speak to you. വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കും.
It has got spirit and life and power. വചനങ്ങൾ ആത്മാവും ശക്തിയും ജീവനും ആകുന്നു. When you read it with all your heart, with a real thirst in the mind or in your heart, the life will increase. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സത്യസന്ധമായ ദാഹത്തോടെ വചനം വായിക്കുമ്പോൾ നിങ്ങളിലുള്ള ജീവൻ വർദ്ധിക്കും. You may sit to read the word of God with a broken heart. നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ വചനം വായിക്കുന്നതിനു വേണ്ടി ഒരു സ്ഥലത്ത് ഇരിക്കുകയാവാം. What is going to happen today in my life? എന്റെ ജീവിതത്തിൽ എന്താണ് ഇന്ന് സംഭവിക്കുവാൻ പോകുന്നത്? But when you read the word of God, എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ there are so many promises. വചനത്തിൽ നിരവധി വാഗ്ദത്തങ്ങളുണ്ട്. Through the promise, വാഗ്ദത്തങ്ങളിലൂടെ God will speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കും. As Jeremiah did, we have to eat it. യിരെമ്യാവ് ചെയ്തതുപോലെ നാമും ദൈവത്തിന്റെ വചനം ഭക്ഷിക്കണം. Don't go on reading it without understanding anything. യാതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ തുടർന്ന് വചനം വായിച്ചുകൊണ്ടിരിക്കരുത്. Read every verse and you must understand it. ഓരോ വചനവും വായിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. And then you must take it for your life. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വചനങ്ങൾ സ്വീകരിക്കണം. That is the great thing. അതാകുന്നു മഹത്തായ കാര്യം. Then you are eating it and your life will be completely transformed. പിന്നീട് നിങ്ങളത് ഭക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി രൂപാന്തരപ്പെടും. That's my own experience. അതെന്റെ സ്വന്തം അനുഭവമാണ്. So many times with so much burden I will sit to read the word of God. പലപ്പോഴും അത്യധികമായ ഹൃദയഭാരത്തോടുകൂടി ഞാൻ വചനം വായിക്കുവാൻ ഇരിക്കും. And when I read the word of God, ഞാൻ വചനം വായിക്കുമ്പോൾ it will bring great peace and joy and blessings in my spiritual life. അതെന്റെ ആത്മീയ ജീവിതത്തിലേക്ക് വലിയ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും കൊണ്ടുവരും. Along with that, not only reading the word of God, but also you have to meditate the word of God and pray to God. നിങ്ങൾ വചനം വായിക്കുക മാത്രമല്ല, എന്നാൽ അതിനോടൊപ്പം നിങ്ങൾ വചനം ധ്യാനിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. This is the Bible reading time. ഇത് വേദപുസ്തകം വായിക്കുന്നതിനുള്ള സമയമാകുന്നു. My friends, if you are not doing like that, എന്റെ പ്രിയ സ്നേഹിതന്മാരെ, നിങ്ങൾ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ from today you start doing that. ഇന്നു മുതൽ അപ്രകാരം ചെയ്യുവാൻ ആരംഭിക്കുവിൻ. Oh, I was blessed greatly in an abundant measure by doing that. ഞാൻ അപ്രകാരം ചെയ്തതിലൂടെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. That's what we read in the Psalm 1. Whatever you do, you shall prosper. അതാണ് സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. Through that you will get prosperity. അതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ലഭിക്കും. The word of God has so much power in it. ദൈവത്തിന്റെ വചനത്തിന് വളരെയധികം ശക്തിയുണ്ട്. It will change your അത് life, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. your thinking. നിങ്ങളുടെ ചിന്താഗതിയെയും. All the time you'll say, why I have to go through this path, why this problem is there. No, when you read the word of God carefully, that kind of mentality will go away എപ്പോഴും from നാം you. ഇപ്രകാരം പറയുന്നു, എന്തുകൊണ്ടാണ് ഈ വഴിയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എനിക്ക് നേരിട്ടത്. നിങ്ങൾ വചനം വായിച്ചാൽ ആ മനോഭാവം നിങ്ങളെ വിട്ടു പോകും. You'll have a raj, you'll have a joy. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. The joy given by the Lord. ദൈവം നൽകുന്ന സന്തോഷം നിങ്ങൾക്കുണ്ടാകും. Yes, the Lord will speak to you. അതെ, ദൈവം നിങ്ങളോട് സംസാരിക്കും. When you pray, you can speak to Him. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും. This is what is called a close communion with the ദൈവത്തോട് Lord. അടുത്ത ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ് സകലതും ദൈവത്തോട് പങ്കുവയ്ക്കൽ. God wants to bless you through this word. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. And what are the blessings we get through these words? ഈ വചനങ്ങളിലൂടെ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്? Through the word of God. ദൈവത്തിന്റെ വചനത്തിലൂടെ. If you read Romans chapter 10 verse 17, നിങ്ങൾ റോമർ 10:17 വാക്യം വായിക്കുകയാണെങ്കിൽ, your faith will increase through the word. വചന കേൾവിയിലൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. As I told you earlier, when you are sitting with a broken heart, when you read the word of God, the word will speak to you and give you new joy, new life, new power. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ, നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ ഇരിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ ആ വചനം നിങ്ങളോട് സംസാരിക്കും. വചനം നിങ്ങൾക്ക് പുതിയ ജീവനും പുതിയ ശക്തിയും പുതിയ സന്തോഷവും നൽകും. You will be filled with a peculiar faith that everything, all the problems you are facing will be gone forever. നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങളും എന്നേക്കുമായി നിങ്ങളെ വിട്ടു പോകുമെന്ന വിശ്വാസം നിങ്ങളിൽ ഉടലെടുക്കും. അങ്ങനെയുള്ള സവിശേഷമായ വിശ്വാസത്താൽ നിങ്ങൾ നിറയും. That is faith. അതാകുന്നു വിശ്വാസം. You have to read Hebrews
chapter 11. നിങ്ങൾ എബ്രായർ 11 വായിക്കണം. So many saints of God has experienced this faith and they have been blessed in their lives. ദൈവത്തിന്റെ നിരവധി വിശുദ്ധന്മാർ ഈ വിശ്വാസം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ അനുഗ്രഹീതരായിട്ടുണ്ട്. We have one Esther prayer group for the ladies. സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ എസ്തർ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ട്. The Lord gave me grace how to conduct the Esther prayer group. എങ്ങനെയാണ് എസ്തേർ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തേണ്ടതെന്ന് ദൈവം കൃപയോടെ എനിക്ക് പറഞ്ഞു തന്നു. അതിനുള്ള കൃപ ദൈവം എനിക്ക് നൽകി. For every prayer point we have one promise verse from the Bible. ഓരോ പ്രാർത്ഥനാപേക്ഷയ്ക്കും അനുയോജ്യമായ ഒരു വാഗ്ദത്ത വചനം വേദപുസ്തകത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കും. When we use that promise word, ഞങ്ങൾ ആ വാഗ്ദത്ത വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ our sisters use that promise verse and claim the blessing for the need of the ladies. ഞങ്ങളുടെ സഹോദരിമാർ ആ വാഗ്ദത്ത വചനം ഉപയോഗിക്കുന്നു. സ്ത്രീകളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആ വാഗ്ദത്ത വചനം അവകാശമാക്കി പ്രാർത്ഥിക്കുന്നു. A great faith come into our heart. അപ്പോൾ വലിയൊരു വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നു. And we pray that the ladies who are facing the same problem are getting relieved because the Lord God's word will act in them. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതേ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ വിടുതൽ പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. According to the will of God, so many ladies, thousands of ladies are blessed because of the promise verse. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിമിത്തം ദൈവഹിതാനുസരണം ആയിരക്കണക്കിന് സ്ത്രീകൾ അനുഗ്രഹീതരാകുന്നു. My precious brothers and sisters, you also try that. വിലയേറിയ സഹോദരങ്ങളെ, നിങ്ങളും അത് ചെയ്തു നോക്കുവിൻ. Use the word of God, ദൈവവചനം ഉപയോഗിക്കുവിൻ. the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും Claim it for your നിങ്ങളുടെ blessing. അനുഗ്രഹത്തിനായി വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവിൻ. Surely a peculiar faith will come from your heart and you'll receive all the blessings you need. തീർച്ചയായും അസാധാരണമായ ഒരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരും. സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. And when you read the word of God, secondly, you will get the understanding. രണ്ടാമതായി, നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഗ്രഹിക്കുന്നതിനുള്ള ശക്തി ലഭിക്കും. Without understanding, you should not carry on reading it. വചനം ഗ്രഹിക്കാതെ നിങ്ങൾ വചനം തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കരുത്. Understand every verse എല്ലാ വചനങ്ങളും ഗ്രഹിക്കുവിൻ. and take it for your life. അത് ജീവിതത്തിൽ സ്വീകരിക്കുവിൻ. Then only your Bible reading will be a blessed time. എന്നാൽ മാത്രമേ നിങ്ങളുടെ വേദപാരായണം അനുഗ്രഹത്തിന്റെ ഒരു വേളയായി മാറുകയുള്ളൂ. When I got engaged to brother Dinakaran, സഹോദരൻ ദിനകരനുമായി എന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടപ്പോൾ those days I was not reading the word of God as much as I have to read. അക്കാലത്ത് ഞാൻ വായിക്കേണ്ടതുപോലെ ദൈവത്തിന്റെ വചനം വായിക്കാറില്ലായിരുന്നു. But that day the priest asked the people to read from Proverbs 31 chapter 10th verse to 31. എന്നാൽ ആ ദിവസം പുരോഹിതൻ സദൃശ്യവാക്യങ്ങൾ 31 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ജനങ്ങളോട് വായിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ It explains how a lady should live a godly life. ഒരു സ്ത്രീ എങ്ങനെയാണ് ദൈവികമായ ഒരു ജീവിതം നയിക്കേണ്ടതെന്ന് ആ വചനങ്ങളിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിരുന്നു. I have never read that portion till then. അതുവരെ ഞാൻ ആ ഭാഗം ഒരിക്കലും വായിച്ചിട്ടില്ലായിരുന്നു. When I read that, a fear came into my heart. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയം ഉടലെടുത്തു. I have heard Brother Dinakaran, who is going to be my husband, was a great man of God and following the Lord in his young age. എൻ്റെ ഭർത്താവാകുവാൻ പോകുന്ന സഹോദരൻ ദിനകരൻ ഒരു ദൈവമനുഷ്യനാണെന്നും ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ സ്വീകരിച്ച വ്യക്തിയാണെന്നും ഞാൻ കേട്ടിരുന്നു. So when I heard the word of God, I was trembling in my heart and said, for this man I am going to be his wife. ആകയാൽ ഞാൻ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നടുങ്ങി വിറയ്ക്കുകയായിരുന്നു. ഞാൻ സ്വയം പറഞ്ഞു, ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യയാകുവാനാണ് And I പോകുന്നത്. prayed to the Lord and he granted my prayers and made me to become his wife and to be of help to him in everything. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാക്കി സകല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒരു സഹായമായിരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. So my precious brothers and sisters, when you read the word of God, understand it. It will give you great relief, great blessing, great peace, everything. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവിൻ. അത് നിങ്ങൾക്ക് വലിയ സമാധാനവും സന്തോഷവും വിടുതലും അങ്ങനെ മറ്റെല്ലാ അനുഗ്രഹങ്ങളും നൽകും. And thirdly, it will make us glad.
മൂന്നാമതായി അത് നമ്മെ അത്യധികം സന്തോഷിപ്പിക്കും. Proverbs 12:25 says so. സദൃശവാക്യം 12:25 അപ്രകാരം പറയുന്നു. See, 2 Corinthians 12 chapter, if we read about St. Paul. 2 കൊരിന്ത്യർ 12 അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നാം വായിക്കുന്നു. Even though he was a man of God, he went through trouble in his body, sickness, and he suffered a lot. That time he asked the Lord, strengthen my body, heal me. അദ്ദേഹം ഒരു ദൈവ മനുഷ്യനായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ശാരീരിക പ്രയാസങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നുപോയി. ആ സമയത്ത് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് സൗഖ്യം നൽകണമേ, എന്നെ ശക്തീകരിക്കണമേ. And the Lord said, my grace is sufficient for you. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതിയായതാകുന്നു. Immediately Paul believed those words and he says, I take pleasure in infirmities, in reproaches, in needs, in persecutions, in distresses, for Christ's sake. ഉടനടി പൗലോസ് ആ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. And also he says, when I am weak, I am strong. മാത്രമല്ല അദ്ദേഹം ഇപ്രകാരവും പറയുന്നു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. You will be glad to receive God's blessings in the midst of weaknesses, depression and so on. ബലഹീനതകൾ, വിഷാദങ്ങൾ, അതുപോലെയുള്ള സകല പ്രശ്നങ്ങൾക്ക് മധ്യത്തിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. Some years ago, my husband was in deathbed. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭർത്താവ് മരണക്കിടക്കയിലായിരുന്നു. But I believed God and spoke to him. എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് സംസാരിച്ചു. God said, your husband will live. ദൈവം പറഞ്ഞു, നിന്റെ ഭർത്താവ് ജീവിക്കും. I received gladness. എനിക്ക് സന്തോഷം ലഭിച്ചു. Even though the sickness was there for a few months, ഏതാനും മാസങ്ങൾ അദ്ദേഹം രോഗബാധിതനായിരുന്നു. എന്നിരുന്നാലും I started praising God. ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. This is how you have to read the word of God. ഇങ്ങനെയാണ് നിങ്ങൾ വചനം വായിക്കേണ്ടത്. See how much blessings you can get by reading the word of God and claiming the promises and talking to the Lord and having oneness because of that. വചനം വായിക്കുന്നതിലൂടെയും ദൈവത്തോട് സംസാരിക്കുന്നതിലൂടെയും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നതിലൂടെയും എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അതിലൂടെ ദൈവത്തോട് ഐക്യപ്പെടുവാനും നിങ്ങൾക്ക് കഴിയും. This is a big message. ഇത് വലിയൊരു സന്ദേശമാകുന്നു. Anyhow, I will stop now and I want you to read the word of God from first until the end of August and receive all God's abundant blessings. എന്തായാലും ഞാനിപ്പോൾ നിർത്തട്ടെ. നിങ്ങൾ ആഗസ്റ്റ് 1-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം അവസാനിക്കുന്നതുവരെ ദൈവത്തിന്റെ വചനം വായിച്ച് സമൃദ്ധിയായി അനുഗ്രഹീതരാകുവിൻ. Now we will close our eyes and look to God and get all the blessings for this month. ഇപ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കാം. ഈ മാസത്തേക്കുള്ള സകല അനുഗ്രഹങ്ങളും പ്രാപിക്കാം. Shall we pray? നമുക്കിപ്പോൾ ഒത്തൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Our precious heavenly Father, ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ പിതാവേ, what a great thing it is to read the word of God. വചനം വായിക്കുക എന്നാൽ എത്ര മഹത്തായ ഒരു കാര്യമാണ്. Help your people, Master. അതിനങ്ങയുടെ മക്കളെ സഹായിക്കണമേ. Everyone, എല്ലാവരും, the brothers, the sisters and the young ones and the youth, give them your grace to read your word, Master. സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും അങ്ങയുടെ വചനം വായിക്കുന്നതിനുള്ള കൃപ നൽകണമേ. How much blessings we read through your word, O അങ്ങയുടെ Father. വചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചുവല്ലോ. Right now, let them all make up their mind to read the word of God with all fear of God. ഇപ്പോൾ ദൈവഭയത്തോടുകൂടി ദൈവവചനം വായിക്കുന്നതിനു വേണ്ടി അവർ ഓരോരുത്തരും തങ്ങളുടെ മനസ്സുകളെ ഒരുക്കട്ടെ. Every father, എല്ലാ പിതാക്കന്മാരും, every mother, എല്ലാ അമ്മമാരും, every children, എല്ലാ കുഞ്ഞുങ്ങളും let them decide right now that they should read the word of God with all fear of God. ദൈവഭയത്തോടുകൂടി വചനം വായിക്കുമെന്ന തീരുമാനം അവർ ഓരോരുത്തരും എടുക്കട്ടെ. Give them grace to understand every single word. ഓരോ വചനവും മനസ്സിലാക്കുന്നതിനുള്ള കൃപ അവർക്ക് നൽകണമേ. Bless them with your faith, the divine faith. സ്വർഗീയമായ വിശ്വാസം നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. When they read it, when they say, I don't understand, Lord, through the power of God, help them to understand. അവർ വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ വചനത്തിന്റെ ശക്തിയിലൂടെ അത് മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കണമേ. Father, when they believe and
read the word of God, let them see miracles. പിതാവേ, അവർ വിശ്വസിച്ചുകൊണ്ട് വചനം വായിക്കുമ്പോൾ അവർ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. Everyone who is watching this program, let them be blessed from this day onwards. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഈ ദിവസം മുതൽ അനുഗ്രഹീതരാകട്ടെ. Especially, oh Father, the whole of this month, August 2016, should be a blessed month for everyone who is hearing this program. പിതാവേ, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ആഗസ്റ്റ് മാസം മുഴുവൻ അനുഗ്രഹത്തിന്റെ മാസമായി തീരട്ടെ. Make them realize that they should read the word of God with all fear of God. സകല ദൈവഭയത്തോടും കൂടി വചനം വായിക്കണമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ അവരെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. All the people who are neglecting reading the word of God, let them all start reading from this moment onwards. വചനം വായിക്കുവാൻ ഉപേക്ഷ കാണിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുതൽ ദൈവത്തിന്റെ വചനം വായിക്കുവാൻ ആരംഭിക്കട്ടെ. Unless you touch their hearts, Master, they will not do it. യജമാനനെ, അങ്ങ് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചില്ലെങ്കിൽ അവർ ഒരിക്കലും വചനം വായിക്കില്ല. Let your mercy and grace fall upon everyone. അങ്ങയുടെ കൃപയും കരുണയും എല്ലാവരുടെ മേലും വന്ന് ആവസിക്കട്ടെ. Let homes be blessed by reading the word of God from this day. ഈ ദിവസം മുതൽ വചന പാരായണത്തിലൂടെ ഭവനങ്ങൾ അനുഗ്രഹീതമാകട്ടെ. Let them receive peace, God's peace, abundant peace. അവർക്ക് ദൈവത്തിന്റെ സമൃദ്ധിയായ സമാധാനം പ്രാപിക്കുവാൻ സാധിക്കട്ടെ. Let them receive blessings, whatever they need. Let them be blessed by reading the word of God. വചനം വായിക്കുന്നതിലൂടെ അവർ അനുഗ്രഹീതരാകട്ടെ. അവർക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. Those who are sick in their bodies, let them be delivered by the power of God which comes through the word of God. ആരെല്ലാം രോഗികളായിരിക്കുന്നുവോ ദൈവവചനത്തിലൂടെ പുറപ്പെടുന്ന ദൈവശക്തിയാൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. Bless them, Father. അവരെ അനുഗ്രഹിക്കണമേ. Supply every need. സകല ആവശ്യങ്ങളും നിറവേറ്റണമേ. Every need. സകല ആവശ്യങ്ങളും. Father, touch each one in the family. പിതാവേ, കുടുംബത്തിലെ ഓരോരുത്തരെയും Let സ്പർശിക്കണമേ. them know the value of each and every word which comes out of your mouth. അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്തിന്റെയും മൂല്യം അവർ മനസ്സിലാക്കട്ടെ. Speak to them, Lord. അവരോട് സംസാരിക്കണമേ. Speak to them, Lord. അവരോട് സംസാരിക്കണമേ. Let them choose a particular time to sit at your feet and receive your blessings. അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനെ അവർ ഒരു പ്രത്യേക സമയം കണ്ടെത്തട്ടെ. Father, give them grace to receive all these blessings for the whole of this month and the months to come afterwards. പിതാവേ, ഈ മാസം മുഴുവനും അതിനുശേഷം വരുന്ന മാസങ്ങളിലും സകല അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിനുള്ള കൃപ അവർക്ക് നൽകണമേ. The word of God has power. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. That power, let it be upon all the people who are hearing this message. ആ ശക്തി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും വന്ന് ആവസിക്കട്ടെ. All the people who have heard this message. ആരെല്ലാം ഈ വചനം കേട്ടിരിക്കുന്നുവോ Bless them, Father. അവരെ അനുഗ്രഹിക്കണമേ. Bless them. അവരെ അനുഗ്രഹിക്കണമേ. Give them that grace right now. അവർക്കിപ്പോൾ ആ കൃപ നൽകണമേ. Those who are not at all reading the Bible and not at all touching it, let them start doing it with a trembling heart from today, from this moment. Do a miracle in their life. ആരെല്ലാം വചനം വായിക്കാതിരിക്കുന്നുവോ വേദപുസ്തകം തൊടുവാൻ പോലും മടിക്കുന്നുവോ ഈ നിമിഷം മുതൽ ഹൃദയത്തിൽ നടുങ്ങി വിറച്ചുകൊണ്ട് അവർ അത് ചെയ്യട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. Let them realize that the whole blessings, God's abundant blessings, come through the word of God and being in the presence of God. ദൈവവചനത്തിലൂടെയും ദൈവസന്നിധിയിലായിരിക്കുന്നതിലൂടെയും സകല അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയട്ടെ. Thank you, Father. പിതാവേ, നന്ദി. Thank you for hearing this simple prayer and answering it, Master. ഈ ലളിതമായ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിന് നന്ദി. Let your people have the thirst to read the word of God and to be in your presence and talking to you and have communion with you. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നതിനും അങ്ങയോട് സംസാരിക്കുന്നതിനും വചനം വായിക്കുന്നതിനുമുള്ള ദാഹം അങ്ങയുടെ മക്കൾക്കുണ്ടാകട്ടെ. In Jesus' mighty name we pray. Amen. യേശുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.